ഹോട്ടലിലേക്ക് അടിക്കുന്ന കാഴ്ച നമ്മൾ കാണാറ്. തിരിച്ചിങ്ങോട്ട് പ്രധാനമന്ത്രിയും പണ്ട് തിരിച്ചടിക്കുന്നു എന്നൊരു കവിഞ്ഞ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആവശ്യപ്പെടേണ്ടത്, നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടത് വിമാനത്താവളങ്ങളിൽ ക്വാറന്റൈൻ സൗകര്യങ്ങളാണ്. നിങ്ങൾ ഇരിക്കുന്ന കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോലും അതിന് സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ആ ക്വാറന്റൈൻ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അല്ല എങ്കിൽ പ്രശ്നം ഒരിക്കൽ കൂടി ഗുരുതരമായിരിക്കുമെന്ന ഞാൻ ഗവൺമെന്റിന് മുൻകൂറായിട്ട് അവർക്ക് താക്കീത് നൽകിയാണ്. അവർക്ക് ഹോം ക്വാറന്റൈനിലേക്ക് പോയാൽ കട്ടിടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ രോഗവ്യാപനത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനാണ് നമുക്ക് ആവശ്യമുള്ളത്. മാത്രമല്ല, അവർ തിരിച്ചു വന്നാൽ ആളുകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കണക്കനുസരിച്ച് ചുരുക്കിയത് 5 ലക്ഷം ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അവർ വന്നാൽ പ്രശ്നം എത്ര വലുതാണ്. അധിവസിക്കണം. അതിനുവേണ്ടി ഒരു പാക്കേജ് വേണം. അതിനുള്ള സാമ്പത്തിക സഹായം വേണം. കേന്ദ്രത്തിൽ സഹായമില്ലാതെ കേരള ഗവൺമെന്റ് ഒറ്റക്കത് ചെയ്യാൻ സാധ്യമല്ല. അതേക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ചിന്തയുണ്ടാകണം. ആ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് കേരള ഗവൺമെന്റാണ്. കേന്ദ്രത്തെ കാരണം മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് രാവിലെ കത്തെഴുതുന്നു എന്നാണ് പറയുന്നത്. ആ കത്തെഴുതൽ കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രശ്ന പരിഹാരമാണ് വേണ്ടത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ മലയാളികളായ പ്രവാസികളായിട്ടുള്ള സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസം. ആ പ്രയാസം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം സായാഹ്ന പത്രസമ്മേളനത്തിൽ ചുമതലയായിക്കൊണ്ടാണ് എന്നെ വിമർശിക്കാൻ വേണ്ടി തയ്യാറായത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ സമ്പന്നന്മാരും അതിസമ്പന്നന്മാരും മാത്രമല്ല മലയാളികളായിട്ടുള്ളത്. സാധാരണക്കാരാണ് അവിടെ ദശലക്ഷക്കണക്കിൽ ജോലി ചെയ്യുന്ന കാര്യം ഞാൻ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷെ മുഖ്യമന്ത്രി അതിനെ ഞാൻ ഗൾഫ് നിവാസികൾക്കെതിരാണ് എന്ന് പറയാവുന്ന രൂപത്തിൽ വളച്ചൊടിക്കുകയുണ്ടായി. പക്ഷെ ഗൾഫിലെ പ്രവാസികളായിട്ട് മലയാളികൾ കാര്യം ബോധ്യപ്പെടുകയുണ്ടായി. വാചോടാപമല്ലാതെ മറ്റൊന്നും തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കില്ല. വികാസം അതുപോലെ OSCC നടത്തിയ ഒരു സഹകരണം വളരെ വലുതാണ്. യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും ഒക്കെയുള്ള പ്രവാസികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വളരെ വളരെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമില്ല എന്ന് മാത്രമല്ല ജീവിതത്തിന്റെ താളം തെറ്റിയിരിക്കുന്നു. ആ കുട്ടികൾ പലരും പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടാണ് അവരുടെ പഠനം പൂർത്തിയാക്കിയത്. അവർക്കിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം പോലും കിട്ടുന്നില്ല. അവർ താമസിക്കുന്ന ഇടങ്ങൾ വരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകം പരിഗണനയും ജാഗ്രതയും കാര്യത്തിൽ കാണിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ആ കൂട്ടായ പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ 2 പേരുമുണ്ട്. സതീശൻ പാച്ചേനിയും അതുപോലെ തന്നെ അക്കിം കുന്നേലും. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട അന്ന് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഒരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റവും അർത്ഥപൂർണമായ രൂപത്തിൽ കൺട്രോൾ റൂമുകൾ തുടങ്ങിക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സതീശനും അക്കിമും അടക്കമുള്ള 14 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ ഇവിടെ കൺട്രോൾ റൂമിൽ നിന്ന് അതിന്റെ ചുമതലയുള്ള ശ്രീമാൻ അനിൽകുമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യഥാസമയം അത് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എനിക്ക് ചാർജ് സന്തോഷമുണ്ട്. ഒരു ദിവസം 3-4 തവണയാണ് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുമായിട്ട് ബന്ധപ്പെടാറ്. അവർ തിരിച്ചിങ്ങോട്ടും എന്നെ വിളിക്കാറുണ്ട്. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പരമാവധി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും നമുക്ക് കൂട്ടായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. ഇന്നത്തെ സമര പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്ന ശ്രീമാൻ കെ സുധാകരൻ, ശ്രീമാൻ കെ മുരളീധരൻ, ശ്രീമാൻ രാജ്മോഹൻ ഉൾത്താൻ, ശ്രീ സണ്ണി ജോസഫ് MLA, ശ്രീമാൻ സതീശൻ പാച്ചേനി, ശ്രീമാൻ അക്കിൻ കുന്നൽ തുടങ്ങിയിട്ടുള്ള എന്റെ എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് ഞാൻ എന്റെ പ്രത്യേകമായ ആശംസയും അഭിവാദ്യവും അർപ്പിക്കുന്നു. നിങ്ങളുടെ സമര പരിപാടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ അടഞ്ഞ കാതുകളിലേക്ക് എത്തട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയംഗമായ അഭിവാദ്യം. ജയ് ഹിന്ദ്. രാജ്യനായ കെ മുരളീധരൻ MP പാനൂര് വരെ എത്തിയപ്പോൾ പാനൂരിലുള്ള മുഴുവൻ റോഡുകളും അടച്ച് വീണ്ടും കുഞ്ഞിപ്പള്ളി വഴി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ബഹുമാനനായ KC ജോസഫ് MLA ഇന്നലെ 2 മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ സമ്മതം നൽകിയതാണ്. പക്ഷേ റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ DGP അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ഇന്ന് കലക്ടർ യോഗം വിളിക്കുന്നത് വരെ രാത്രിയാണ് നമ്മുടെ MP-മാരെയൊക്കെ അറിയിച്ചത്. എന്തായാലും നമ്മുടെ എല്ലാ നേതാക്കന്മാർ, ശ്രീ AK ആന്റണി, അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ വേണുഗോപാൽ, ശ്രീ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ ലൈനിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെയായി ട്രൈ ചെയ്യാണ്. എല്ലാവർക്കും ഈ സിസ്റ്റത്തിൽ സംസാരിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അടുത്ത നിമിഷങ്ങളിൽ നമ്മുടെ മറ്റ് നേതാക്കന്മാർ കൂടി ഈ ധർണ സമരത്തെ അഭിസംബോധന ചെയ്യും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ കെ സുധാകരൻ അവർകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. പ്രിയങ്കരനായ സണ്ണി ജോസഫ്, DCPയുടെ സമാരാധ്യനായ പ്രിയമുള്ളവർ, ഒരു സമരമിരിക്കുന്ന ഒരു സത്യാഗ്രഹി എന്ന നിലയ്ക്ക് ഒരു വലിയ പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല. കുറേ ദിവസങ്ങളായി നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉയർന്നു പോകുന്ന വിചാരങ്ങൾ ഒരു പ്രവർത്തന പദത്തിലേക്ക് നയിക്കാനുള്ള ഒരു സഹന സമരത്തിൻ്റെ തുടക്കമാണ് ഈ തുടക്കം. കോവിഡ് സംഭവം നമ്മെ ഗ്രഹിച്ചതിന് ശേഷം നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിവേദനങ്ങൾ വഴിയും കത്തുകൾ വഴിയും മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ ഉണർത്താനും ചിന്തിപ്പിക്കാനും ഉതകുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 12-ാം തീയതി പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയച്ച ഒരു കത്തിൽ ഈ പ്രവാസികൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടുന്ന അനിവാര്യമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കാൻ ഇപ്പോഴേ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം എന്ന് 3 തവണ സംസ്ഥാന മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രവാസികളുടെ കാര്യം ആലോചിക്കുന്നു എന്ന് പറയുകയല്ലാതെ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ഒരു നടപടി ആദ്യം ഈ 2 സർക്കാരുകളുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സത്യമാണ്. 3 മാസം കഴിഞ്ഞ് ചിന്തിക്കാമെന്ന് പരോക്ഷമായി അനൗദ്യോഗികമായി
ഞങ്ങളെയൊക്കെ ഭരണസിരാ കേന്ദ്രത്തിലെ നേതാക്കന്മാർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം, പ്രവാസികളുടെ മഹത്വത്തെ കുറിച്ച് രാപ്പകലില്ലാതെ പ്രസംഗിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ സംരക്ഷിക്കാനെടുത്ത ആത്മാർത്ഥമായ നടപടികൾ എന്തൊക്കെയൊന്ന് പരിചിന്തനം ചെയ്യാൻ ഈ സമരം ഉപകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. 3 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് 5.5 ലക്ഷം ജനങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ്. ഈ 3 ലക്ഷം രജിസ്റ്റർ ചെയ്ത പ്രവാസികളെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ക്വാറന്റൈൻ, അതിനകത്ത് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ, അതിനാവശ്യമായ സ്റ്റാഫുകൾ, അവരെ കൊണ്ടുവരാനുള്ള മാർഗം, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ചിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ടെസ്റ്റുകൾ നടക്കുന്നു. 500ഓളം ടെസ്റ്റുകൾ നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നടത്തുന്നത് 400ഓളം ടെസ്റ്റുകൾ മാത്രമാണ് ഒരു ദിവസം. ഈ 2.5 ലക്ഷം ആളുകൾ കേരളത്തിലേക്ക് വന്നാൽ ഇവരുടെ ടെസ്റ്റുകൾ പൂർത്തീകരിക്കാൻ എത്ര മാസമെടുക്കും എന്ന് നാം ആലോചിക്കണം. അതിനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ പ്രതിസന്ധിയെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരിൽ കാണുന്നില്ല? അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ അന്ന് പറഞ്ഞു, ഓരോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും പരിസരത്ത് ഈ വരുന്ന പ്രവാസി മലയാളികളെ ക്വാറന്റൈൻ ചെയ്യാനും നിരീക്ഷണത്തിന് വിധേയമാക്കാനുമുള്ള സൗകര്യങ്ങൾ ആ പരിസരത്തെ ഹോട്ടലുകൾ, ആ പരിസരത്തെ കോളേജുകൾ, ആ പരിസരത്തെ സ്കൂളുകൾ, ആ പരിസരത്തെ കൺവെൻഷൻ സെന്റർ, ആ പരിസരത്തെ മറ്റുള്ള സാഹചര്യങ്ങൾ, മതസംഘടനകൾക്കൊക്കെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, ഒക്കെയുണ്ട്. അവിടെയുള്ള എല്ലാ മതസംഘടനകളും ആ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും കടലാസിലല്ലാതെ പ്രാവർത്തിക പദത്തിലേക്ക് അതിനെ മാറ്റിയിട്ടില്ല. ഒരു ക്വാറന്റൈനായി അത് മാറ്റാൻ ഈ സംസ്ഥാന സർക്കാർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ എത്രയാ? വരാൻ പോകുന്നവർക്ക് ഫ്ലൈറ്റാണോ കപ്പലാണോ? അതിന്റെ ചാർജ്, അതിന്റെ യാത്രാ ചെലവ് ആര് വഹിക്കും? ഇതിനെക്കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല. നേരത്തെ സതീശൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കയ്യിൽ കാശില്ലാത്ത 10,000-കണക്കിന് പ്രവാസികളുണ്ട്. ലേബർ ക്യാമ്പുകളിൽ താമസിച്ച് പട്ടിണി ഷെയർ ചെയ്യുന്ന 1000-കണക്കിന് പ്രവാസികളുണ്ട്. ആ പ്രവാസികളൊക്കെ കപ്പലിലും ഈ ഫ്ലൈറ്റിലും വരാൻ അവർക്ക് എങ്ങനെ സാധിക്കും? അവരെ കാണാൻ പോയ രക്ഷിതാക്കളുണ്ട്, അവരെ കാണാൻ പോയ ബന്ധുക്കളുണ്ട്, താൽക്കാലികമായി ജോലിക്ക് പോയ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ജോലി കിട്ടിയിട്ടില്ല, അവർക്ക് വരുമാനമില്ല, ചായ കുടിക്കാൻ കാശില്ല. അവരൊക്കെ തിരിച്ചു വരാനുള്ള മാർഗമെന്ത്? അവ്യക്തതയാണ്, ഇരുട്ടിലാണ്. ഇപ്പോഴും വെളിച്ചം പകരാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് ഞങ്ങൾ ഈ സത്യാഗ്രഹം ഇരിക്കുന്നത്. ബോധ്യപ്പെടുത്താൻ, പ്രഷറൈസ് അല്ല, ബോധ്യപ്പെടുത്താൻ, കണ്ണു തുറപ്പിക്കാൻ ഇത് പ്രേരകമാകുമെങ്കിൽ ഞങ്ങളൊക്കെ സംതൃപ്തരാണ്. ഒരുപാട് പ്രയാസം, സ്റ്റാഫ് വേണ്ടേ? 2.5 ലക്ഷം ആളുകൾ ഇവിടെ കടന്നു വരുമ്പോ അവരെ പരിചരിക്കാനുള്ള സ്റ്റാഫ് വേണ്ടേ? എത്ര 1000 സ്റ്റാഫ് വേണം? ആ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ? ആ സ്റ്റാഫുകളെ കണ്ടെത്താൻ സർക്കാർ പരിശോധിച്ചോ? എന്തെങ്കിലും മാർഗത്തെ കുറിച്ച് ആലോചിച്ചോ? ഇല്ല. അവർ വന്നാൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് നേരെ അവരെ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് അയക്കാനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നേരെ വീടുകളിലേക്ക് പോയാലുള്ള പ്രത്യാഘാതം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കൊരു 3-ാം കണ്ണ് വേണ്ട. പ്രവാസികൾ ഏറെയുള്ള പ്രദേശം, ആ പ്രദേശത്തെ പ്രവാസികളുടെ പരിരക്ഷ ആത്മാർത്ഥമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടിയെങ്കിൽ ഇതിനെല്ലാം പരിഹാരം കാണാൻ, ഇതിനെല്ലാം പോവഴി കാണാൻ, എന്നിട്ട് അവിടെ യാത്ര ത്വരിതപ്പെടുത്താൻ ഈ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത, അത് നിറവേറ്റാനുള്ള ആത്മാർത്ഥത ഇടതുപക്ഷ സർക്കാർ ഇവിടെ കാണിക്കണം. നേരത്തെ സതീശൻ പറഞ്ഞു,
നമ്മുടെ KPCC പ്രസിഡന്റ് പറഞ്ഞു, ഓരോ രാഷ്ട്രവും വിദേശത്തുള്ളവരെ എടുക്കാൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് കൊടുത്ത് കൊണ്ടുവരുന്നു, കപ്പലയച്ച് കൊണ്ടുവരുന്നു. ഇന്ത്യക്കത് ബാധകമല്ലേ? കേരളത്തിനത് ബാധകമല്ലേ? ഇവിടെയും സർക്കാരില്ലേ? ഇവിടെയും ഭരണാധികാരികളില്ലേ? അവർക്ക് ഈ പൗരന്മാരോട് കടപ്പാടില്ലേ? പരിശോധിക്കണം. ഞാൻ സർക്കാരോട് പറയുന്നു, തീ കൊണ്ട് കളിക്കരുത്, ജനങ്ങളുടെ ക്ഷമയെ പരിശോധിക്കരുത്. എല്ലാത്തിനും ഒരു അറുതിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് വിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ജനവികാരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സംസ്ഥാന സർക്കാരിനും സാധിക്കില്ല, കേന്ദ്ര സർക്കാരിനും സാധിക്കില്ല. പ്രശ്നം ഗുരുതരം ഗൗരവത്തോടുകൂടി ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഏറ്റവും ബഹുമാന്യനായ, ഇന്നും ജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി കോടതിയിലും മറ്റും വാദിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധനായ പ്രസിഡന്റ് സതീഷ്, അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ആരാധനായ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും മന്ത്രിയും പാർലമെന്റ് അംഗവുമായ ശ്രീ K. സുധാകരൻ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പേരാവൂർ MLA-യുമായ ശ്രീ സണ്ണി ജോസഫ്, കാസർഗോഡ് ജില്ലയുടെ കരുത്തനായ DCC പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നേ, ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് നമ്മളൊക്കെ പത്രം വായിക്കുമ്പോൾ ഒരു വാർത്തയാണ് നമ്മുടെയൊക്കെ ചെവിയിൽ ഓടിയത്. നമ്മുടെ രാജ്യത്തെ 50 കോർപ്പറേറ്റുകളുടെ 68,607 കോടി രൂപ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എഴുതി കിട്ടാക്കടം. 68,607 കോടി രൂപ കിട്ടാക്കടം എഴുതി തള്ളിയതിന്റെ തൊട്ടു താഴെ ഒരു വാർത്ത കൂടിയുണ്ട്. കോവിഡ് പ്രതിരോധത്തിനായി ബാങ്കിൽ നിന്ന്, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് 1,500 കോടി രൂപ വായ്പ എടുത്തു. എന്തൊരു വിരോധാഭാസമാണ്! ഈ രാജ്യത്തെ ഗവൺമെന്റിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട 50 കോർപ്പറേറ്റുകളുടെ 68,607 കോടി രൂപ എഴുതിത്തള്ളിയ ഒരു ഗവൺമെന്റ് കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി 1,500 രൂപ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB-യിൽ നിന്ന് വായ്പ എടുക്കുന്നു. അപ്പൊ തന്നെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ COVID-19 ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യം ഉന്നയിച്ചത് നമ്മുടെ കേരളത്തിലെ MP-മാരാണ്. അന്നേ കേരള ഗവൺമെന്റ് ഇത് ലാഘവത്തോടുകൂടി ഇന്ത്യ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്കറിയാം, സിറ്റിസൺ അമെൻമെന്റ് ബില്ല്, അതിനെ തുടർന്ന് നടന്ന സമരങ്ങൾ ഡൽഹിയിൽ വർഗീയ കലാപമായി മാറുകയും കുറെ ആളുകളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ കുറെ ആളുകൾ മരിച്ചതിനെ കുറിച്ച്, അവരെ കൊന്നതിനെ കുറിച്ച് പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ജനസംഖ്യ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് COVID-19 ഗവൺമെന്റ് വന്നത്. COVID-19 വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചതിന് ശേഷം പിന്നീടാണ് COVID-19 കുറിച്ചൊരു പ്രസ്താവന നടത്തിയത്. ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നിരവധി ഇമെയിലുകൾ അയച്ചു, പ്രധാനമന്ത്രിക്ക് അയച്ചു, അതുപോലെ തന്നെ എല്ലാ എംബസികൾക്കും അയച്ചു, വിദേശകാര്യമന്ത്രിക്ക് അയച്ചു. കാരണം പ്രവാസി മലയാളികൾ എന്നും രാത്രിയിൽ ഞങ്ങളെ വിളിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ആദ്യത്തെ 5 മിനിറ്റ് അവർ സംസാരിക്കാറില്ല, പൊട്ടിക്കരയുകയാണ്. ഞങ്ങളുടെ ജന്മഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം, അതാണ് അവരാവശ്യപ്പെടുന്നത്. അവരാവശ്യപ്പെടുന്ന വളരെ ഇതിലെ കാര്യമല്ലേ. ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ നിന്നൊരു വിമാനം ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടു. ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു, COVID-19 ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കൊണ്ടുപോകാനാണ് വിമാനം വരുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങോട്ട് വരുമ്പോ ഇന്ത്യക്കകത്ത് ഏത് എയർപോർട്ടിലാണോ ആദ്യം ആ വിമാനം ലാൻഡ് ചെയ്യുന്നത്, ആ വിമാനം നിറച്ച് ഇന്ത്യക്കാരെ കയറ്റിക്കൊണ്ടുവന്ന് ഡൽഹിയിലാണ് വിമാനം ലാൻഡ് ചെയ്യുന്നെങ്കിൽ അവിടെ ഇറക്കാമല്ലോ. COVID-19 ഏറ്റവും കൂടുതൽ വ്യാപകമല്ലേ ബ്രിട്ടനിൽ, അമേരിക്കയിൽ.
അതുപോലെ ഇറ്റലിയിൽ, സ്പെയിനിൽ, ജോർദാനിൽ, അവിടുന്ന് എല്ലാം വിമാനങ്ങൾ ഇവിടെ വന്നു. ഇവിടെ കഴിയുന്ന അവിടുത്തെ നാട്ടുകാരെ, രോഗഭേദമായ ആളുകളെ കൊണ്ടുപോകാൻ എന്തേ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല? ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു ആവശ്യം വയ്ക്കുന്നു. ഞങ്ങള് ശ്രീ സുധാകരനും മുരളിയും ഞാനും അടക്കം പറയുന്നു, അടുത്ത 2 കൊല്ലത്തെ ഞങ്ങളുടെ MP ഫണ്ട് നിങ്ങൾ പിടിച്ചു. 20 MP-മാരാണ് കേരളത്തിൽ. ഒരു MP-യുടെ കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്വമില്ല. 19 MP-മാർ ഞങ്ങൾ പറയുന്നു, ഒരു വർഷത്തെ ഞങ്ങളുടെ ഫണ്ട് 100 കോടിയാണ്, 2 വർഷമാകുമ്പോൾ 200 കോടിയാണ് 20 പേരുടെ. അതിൽ ഒരു MP-യുടെ 10 കോടി കഴിഞ്ഞ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാത്തോണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കോടികൾ സാത്തയുടെ വിമാനത്തിന് വേണ്ടി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? കേരളത്തിൽ നാളെ കൊണ്ടുവരാൻ ഞങ്ങളുടെ പണം, ഞങ്ങളുടെ മണ്ഡലത്തിൽ ചെലവാക്കേണ്ട പണം, ഞങ്ങളുടെ നാട്ടുകാർക്ക് ചെലവാക്കേണ്ട പണം ഈ COVID-19 പേരിൽ പിടിച്ചു വെച്ച പ്രധാനമന്ത്രിയോട് പറയുന്നു, ആ 200 കോടി രൂപയ്ക്ക് വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് ഞങ്ങളുടെ കേരളത്തിലെ മലയാളികളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ HL ദത്തുവിന് ഞാൻ കേസ് കൊടുത്തു. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ 8.5 ദശലക്ഷം ഇന്ത്യക്കാരാണുള്ളത്. അതിലേറെയും മലയാളികളാണ്. ആ മലയാളികൾ നേരിടുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. കാരണം അവർക്ക് ജോലി നഷ്ടപ്പെട്ടു, അവർക്ക് ആഹാരമില്ല. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ റമദാൻ മാസമായതുകൊണ്ട് ആഹാരം കിട്ടുന്നിടത്തേക്ക് പരക്കം പാഞ്ഞു ചെന്നപ്പോൾ സാമൂഹ്യ അകലം പാലിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പായിക്കുന്നു. മാത്രമല്ല, ഗൾഫിലെ മലയാളി സ്കൂളുകൾ പോലും സ്കൂളുകൾ അടച്ചിട്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കുന്നു. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. വളരെ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടണം. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. മൃഗങ്ങളോട് പോലും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി കാണിക്കുന്നത്. കുവൈറ്റിലെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് മാപ്പ് കൊടുത്തു. ആ മാപ്പ് കൊടുത്ത ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് 5 KD എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഞങ്ങളെല്ലാ കാര്യത്തിലും ഇടപെടുന്നു. കേരള ഹൈക്കോടതി ഒരു കേസ് വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ എത്ര മിനിറ്റാണ് പ്രവാസികൾക്ക് വേണ്ടി ചെലവാക്കിയത്? കോടതി ചോദിച്ചു. അതാണ് ഇവിടെ സുധാകരൻ പറഞ്ഞത്, നിങ്ങൾ ഈ മലയാളികളെ കൊണ്ടുവരാൻ എന്ത് സംവിധാനമാണ് ചെയ്തത്? കണ്ണൂർ ജില്ലയിലെ പരിസരത്ത് ഞങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ ക്വാറന്റൈൻ ചെയ്യാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വനത്തിലിറങ്ങും. എവിടെയാ ചെയ്തത്? കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എത്ര ഹോട്ടലുകളുണ്ട്? ഒന്ന് ആലോചിച്ചേ. കോടതി ചോദിച്ചു, നിങ്ങൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന മലയാളികളെ ചികിത്സ ചെയ്യാൻ എത്ര ഡോക്ടർമാരെ നിയമിച്ചു? എത്ര പാരാമെഡിക്കൽ സ്റ്റാഫ്? എത്ര നഴ്സുമാർ? അവരെ കേരളത്തിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ പേര്, ഹോട്ടലിന്റെ പേര്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന റിസോർട്ടുകളുടെ പേര്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾ കോടതിയെ ബോധ്യപ്പെടുത്തണം. എത്ര പേരെ ക്വാറന്റൈൻ ചെയ്യാൻ നിങ്ങൾ വാസസ്ഥലം ഏർപ്പാട് ചെയ്തു? നമ്പർ 1. അവരെ ചികിത്സിക്കാൻ എത്ര ഡോക്ടർമാരെ നിയമിച്ചു? നമ്പർ 2. എത്ര പാരാമെഡിക്കൽ സ്റ്റാഫ്? എത്ര നഴ്സുമാർ? നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണം നിങ്ങൾ പറയണമെന്ന് കോടതി പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്കാ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ രോഗികളുടെ വിവരം ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ പോലീസിന്റെ ആപ്പ് ചോർന്നതോ ചോർത്തിയതോ അത് അന്വേഷിക്കട്ടെ. കള്ളന്മാരെ തന്നെ അന്വേഷിച്ചാൽ ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? പോലീസിന്റെ ആപ്പ് ചോർന്നു. എനിക്ക് കാസർഗോഡ് ഇരിക്കാൻ പറ്റുന്നില്ല. ആളുകൾ വിളിക്കുന്നു, ഞങ്ങളെ ആളുകൾ വിളിക്കുന്നു, നിങ്ങളുടെ കുടുംബം കോവിഡ് രോഗത്തിൽ നിന്ന് ഭേദമായെങ്കിൽ അടിയന്തരമായി ബന്ധപ്പെടാം. വളരെ വലിയ അപകടം നിങ്ങളുടെ കുടുംബത്തിന് വരാൻ പോകുന്നു, ഞങ്ങൾ രക്ഷിക്കാം. ആരാണ് ഇവരെ വിളിക്കാൻ പ്രേരക ശക്തിയായി മാറിയത്? പോലീസിന്റെ ആപ്പാന്നാ പറയുന്നത്. ആപ്പ് എങ്ങനെ ചോർന്നു?
ആര് ചോർത്തി? പ്രവാസികളെ കൊണ്ടുവരാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാ. പക്ഷേ ആ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, 15 ദിവസം കൂടി ക്വാറന്റൈൻ നിർത്തില്ലേ? അപ്പൊ മെയ് 3, മെയ് 18 വരെ നീട്ടി. അപ്പൊ ക്വാറന്റൈൻ നീട്ടിയ നിങ്ങൾ ലോക്ക്ഡൌൺ നീട്ടിയ നിങ്ങൾ ഈ ലോക്ക്ഡൌൺ പിൻവലിക്കാതെ എങ്ങനെ പ്രവാസികളെ കൊണ്ടുവരുന്നത്? ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്നൊരു ചൊല്ലുണ്ട്. ഓപ്പറേഷൻ വിജയിച്ചു, രോഗി മരിച്ചുപോയി. ഓപ്പറേഷൻ വിജയിച്ചാൽ രോഗി മരിക്കാൻ പാടില്ല. മിസ്റ്റർ മുഖ്യമന്ത്രി, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രവാസി മലയാളികളെ കൊണ്ടുവരാൻ ചാർട്ടേഡ് വിമാനങ്ങൾ ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യണം. അവരെ നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് അവരോട് പറയാം. വിമാനത്തിന്റെ പൈസയുടെ ഷെയർ പ്രവാസി അതുപോലെ കേന്ദ്രവുമായി ചർച്ച ചെയ്തൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. ആദ്യം എന്നവരെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയണം. മുഖ്യമന്ത്രി ഇന്നലെ വളരെ ആചാരനായി പ്രവാസികൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞു, ഇങ്ങോട്ട് അവരെ കൊണ്ടുവരണമെങ്കിൽ കേന്ദ്രം അനുവദിക്കണം. കേന്ദ്രം എന്ന് അനുവദിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്തിനാ ഈ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത്? പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു കോവിഡ്-19 രൂക്ഷമാകാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. ഇത് മെയ് മാസമായി, മെയ് ആയിട്ടില്ല. അപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ കോവിഡ്-19 കടുക്കാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറയപ്പെടുന്ന ലോക്ക്ഡൌൺ നീണ്ടുപോകുന്നല്ലേ? മെയ് കഴിയും, ജൂൺ കഴിയും, ജൂലൈ കഴിയും. ഞാൻ നീട്ടുന്നില്ല. 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിബോണിക് പ്ലേഗ് യൂറോപ്പിനെ വേട്ടയാടി 20 കോടി ആളുകളെ കൊന്നു. 5 കൊല്ലം ആ വൈറസ് നിലനിന്നു. 1ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോ 918 സ്പാനിഷ് പ്ലേഗ് 5 കോടി ആളുകളെ കൊന്നു. 5 കൊല്ലക്കാലം നിലനിന്നു. പിന്നെ എലിപ്പനി വന്നു, പന്നിപ്പനി വന്നു, ഡെങ്കിപ്പനി വന്നു, നിപ്പ വന്നു. ഇപ്പൊ ഈ വൈറസ് ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ കോവിഡ്-19 എത്ര കാലം നിലനിൽക്കുമെന്ന് ആർക്കറിയാം? ഒന്ന് ആലോചിച്ചു നോക്കേ. അപ്പോ ഈ കോവിഡ്-19 അനന്തമായി നീണ്ടു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ രൂക്ഷതയിലേക്ക് ഇത് പോകുന്നതിന് മുമ്പ് ആ മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ ആലോചിക്കട്ടെ. അത് പ്രധാനമന്ത്രിയുടെ തോളിൽ വെച്ച് മുഖ്യമന്ത്രി കെട്ടുക, മുഖ്യമന്ത്രിയുടെ തോളിൽ വെച്ച് പ്രധാനമന്ത്രി കെട്ടുക. കേരളത്തിലെ മലയാളികളെ പൊട്ടന്മാരാക്കുന്നു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. അത് വേണ്ട. ഞാനൊരു നിർദ്ദേശം പറഞ്ഞല്ലോ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കോടി 200 കോടി അത് ചാർട്ടേഡ് വിമാനത്തിന് ഉപയോഗിക്കാം. ഫണ്ടിലേക്ക് ആ വരുന്ന പണം ചാർട്ടേഡ് വിമാനങ്ങൾക്ക് കൊടുക്കാം. മലയാളികളെ കൊണ്ടുവരാം. അവത്തങ്ങള് സ്വന്തം ഭൂമിയിൽ കിടന്ന 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്ര കണ്ടവർ ആശങ്കാകുലരാണ്. പട്ടിണി ഈ നാടിനെ ഇത്രയും കാലം സംരക്ഷിച്ചവരല്ലേ? അവർക്കൊരു ആപത്ത് ഇപ്പോഴല്ലേ വന്നത്? നമ്മുടെ സകല ആപത്തിലും നമ്മളെ സംരക്ഷിച്ച അവർ, എന്നും നമുക്ക് സഹായഹസ്തമായി നിന്ന അവർ ജീവിതത്തിൽ ആദ്യമായി നമ്മളോട് യാചിക്കുന്നു, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ, ഞങ്ങളുടെ നാട്ടിലെത്തിക്കാൻ അല്പമെങ്കിലും കരുണ കാണിക്കണം മുഖ്യമന്ത്രി. അത് വാഗൊണ്ടല്ല, അധര വ്യായാമം കൊണ്ടല്ല, കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് അടിയന്തരമായി പ്രധാനമന്ത്രിയെ ബന്ധപ്പെട്ട് താങ്കൾ പറയണം, ചാർട്ടേഡ് വിമാനത്തിന്റെ പൈസ ഞങ്ങൾ തരാം, മലയാളികളെ കൊണ്ടുവരാൻ വിമാനം ചാർട്ടർ ചെയ്യണം, അവിടെ എത്തിക്കണം. അല്ലാതെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, പൊട്ടന്മാരാക്കാൻ ഈ വിഡ്ഢിവേഷം നടത്തരുത്. മെഗാ സീരിയൽ കൊള്ളാം. ആദ്യം സീരിയലായിരുന്നു, അത് മെഗാ സീരിയൽ. ആദ്യത്തെ അഭിനേത്രി ആരോഗ്യമന്ത്രി. അപ്പോ സീരിയലിന് റേറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നടിയെ മാറ്റി നടൻ വന്നു. സീരിയൽ മെഗാ സീരിയലായി മുഖ്യമന്ത്രിയുടെ. പക്ഷെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം, ഈ കാണാനിരിക്കുന്ന ആളുകൾ തൃശ്ശൂർ പൂരം കാണാൻ വന്ന പോലാണ്. പൂരം കഴിഞ്ഞവരവിടെ പാട്ടിന് പോകും. അതുകൊണ്ട് ഈ കാണാൻ വരുന്ന ആളുകൾ അവരുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നതാണ്, തെറ്റിദ്ധാരണ വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ മലയാളികളെ തിരിച്ചു കൊണ്ടുവരാൻ കർമ്മ പരിപാടികൾ വേണം.
അല്ലാതെ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഈ സമരത്തിൽ പങ്കെടുക്കാൻ KPCC ആഹ്വാനം ചെയ്ത ഈ സമരത്തിൽ പങ്കെടുക്കാൻ മുരളീധരൻ മുൻ KPCC പ്രസിഡന്റ് കൂടി അദ്ദേഹം എത്തി. ഞങ്ങൾ ഇന്ന് കളക്ടറിൽ ഒരു യോഗം പിടിച്ചിട്ടുണ്ട്, അതിൽ കൂടി പങ്കെടുക്കണം. അതുകൊണ്ട് 11:15 അവിടെ എത്തണമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയായി സംസാരിച്ച് വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് അവരെ കൊണ്ടുവരുന്ന തീയതി നിശ്ചയിച്ചിട്ട് വേണം നിങ്ങൾ ഈ അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് പറയാൻ. മാത്രമല്ല കോടതിയോട് പറയണം, ഇത്ര ഹോട്ടലുകൾ, ഇത്ര പ്രൈവറ്റ് ആശുപത്രികൾ, ഇത്ര ഡോക്ടർമാർ, ഇത്ര നേഴ്സുമാർ, ഇത്ര പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇത്ര ആശാ വർക്കേഴ്സ്, ഇത്ര കുടുംബശ്രീ ആളുകൾ കോടതിക്ക് കണക്ക് കൊടുക്കണം. ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലാതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഞങ്ങൾ തുടങ്ങിയിരുന്നു. MP, K. മുരളീധരൻ MP, രാജമോഹൻ MP, സണ്ണി ജോസഫ് MLA, ഞാനും സഖി മുന്നിലുണ്ട്. KPCC അധ്യക്ഷൻ രാവിലെ തന്നെ സംസാരിച്ചു. ഹലോ, ശബ്ദം കൊടുക്കാം. ബഹുമാനനായ K. മുരളീധരൻ MP കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതിനിടയിൽ ഡൽഹിയിൽ നിന്നും ആരാധനായിട്ടുള്ള നമ്മുടെ നേതാവ് ശ്രീ AK ആന്റണി അവർകൾ, അദ്ദേഹം ഇപ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്യും. കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം പ്രവാസി സഹോദരങ്ങളെ ഇത്രയും വേഗത്തിൽ തിരിച്ചുകൊടുക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തികൾ ഞാൻ വിശ്വസിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിൽ ഞാൻ വളരെ നിരാശയാണ്. രാജ്യത്തിന്റെ കൂട്ടായ സമ്മർദ്ദത്തെ തുടർന്ന് പ്രവാസികളെ നാട്ടിലേക്ക് എത്തിച്ചേരാമെന്ന തത്വത്തിൽ ശ്രമിക്കും. പക്ഷേ അടിയന്തരമായി നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്രധാനമന്ത്രി ഭാഗത്തും കാണുന്നു. അടിയന്തരമായി അവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിരന്തരമായ സമ്മർദ്ദത്തിൽ മാത്രമേ കേന്ദ്രത്തിന്റെ സർക്കാർ കാര്യം പുറമോട് നടക്കുന്ന നിലപാടിന് പകരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവാസി സഹോദരങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിക്കാൻ സാധിക്കും എന്ന വിശ്വാസം. ഈ കാര്യത്തിൽ കേരളത്തിന്റെ കൂട്ടായ സമ്മർദ്ദം, കേരളത്തിന്റെ കൂട്ടായ നീക്കം ഉണ്ടാകണം. അതിന് മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കേരളത്തിന്റെ തരണം, പ്രവാസികളെ കൊണ്ടുവരണം. എന്നാൽ അവരെ കേരളം സംരക്ഷിക്കും. അതുകൊണ്ട് ഇതേ സാവകാശം പാടില്ല, പിടിക്കത്തിൽ അടിയന്തരമായി കൊണ്ടുവിടണം എന്നാവശ്യപ്പെടണം. കേരളത്തിൽ 4 വിമാനത്താവളങ്ങളും, ഈ 4 വിമാനത്താവളങ്ങളും അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഈ വിമാനത്താവളങ്ങൾ വഴി അവരെ എത്രയും വേഗം എത്തിക്കണം. സാവകാശം നല്ലതല്ല. പ്രവാസി സഹോദരങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ എടുക്കണില്ലാത്ത നിലപാട് ശരിയല്ല. പ്രവാസികളെ ഇന്ത്യക്ക് കേരളത്തിൽ പറക്കാൻ സാധിക്കില്ല. അതെല്ലാം പ്രവാസികളാണ് സഹായിക്കുന്നത്. ഒരിക്കൽ ചന്ദ്രശേഖരന്റെ ഗവൺമെന്റ് കാലത്ത് വിദേശാനമില്ലാതെ രാത്രിയിൽ തന്നെ സ്വർണം ലണ്ടനിൽ പെട്ടെന്ന് വാരി കൊണ്ടുപോയി കൃത്യമായിട്ട് നമുക്കറിയാം.
പ്രവാസികളയച്ച കോടി കേന്ദ്രത്തെ കുറെയെങ്കിലും സഹായിക്കുകയാണ്. കേരളത്തിലെ പ്രവാസികൾ കേരളത്തിൽ എന്തെല്ലാം പ്രയാസമുണ്ടായാലും, കോക്കിയുണ്ടായാലും സുനാമി ഉണ്ടായാലും മറ്റാരേക്കാൾ കൂടുതൽ കൈ സഹായിക്കുന്നവരാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ യുവാറിന്റെ പ്രവർത്തകരും അവരാണ് ഏറ്റവും മുമ്പിൽ. കേരള കുടുംബങ്ങൾ പത്നിക്കാതെ കഴിയുന്ന പ്രവാസികൾ സഹായകമായിരുന്നു. ആ പ്രവാസ സുഹൃത്തുക്കൾ തങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് വരണം. ഈ കോവിഡ് കാലത്ത് സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം നാട്ടുകാരോടൊപ്പം നാടിച്ചാലും നിരന്തരമായി എത്തിക്കുന്ന കടമയാണ്. ഇതിനുവേണ്ടി കൂട്ടായി സമ്മർദ്ദിച്ചതിന്റെ കേരളത്തിന്റെ കടമയാണ്. അതുകൊണ്ട് ഇന്നത്തെ നീക്കം പോരാ. കേന്ദ്രത്തെ കൊണ്ട് കൂടുതൽ തിടുക്കങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, കേന്ദ്രത്തെ കൊണ്ട് അടിയന്തരമായി പ്രവാസിയെ നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ കൂട്ടായ ഒറ്റക്കെട്ടായ സമ്മർദ്ദം ഉണ്ടാക്കണം. ആ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെ ഈ ശ്രമവും സഹായകരമായിരിക്കും. പ്രവാസികളെ കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ വഴി അടിയന്തരമായി എത്തിക്കണം. അവരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഒരു സാമ്പത്തിക പാക്കേജ് നൽകണം, പ്രഖ്യാപിക്കണം. കാരണം മടങ്ങി വരുന്ന പല പ്രവാസികളും ജോലി നഷ്ടപ്പെട്ട് ചില്ലിക്കാശ് കൈയില്ലാതെ മടങ്ങുന്നവരാണ്. അവർക്ക് ജീവിക്കണം, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജീവിക്കണം. പാക്കേജ് പ്രഖ്യാപിക്കണം. ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കുക. കേരള ഗവൺമെന്റ് പറയുന്നു 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ മടങ്ങി വരുന്ന പ്രവാസികളെ ക്വാറന്റീൻ ചെയ്യാനാണ് എല്ലാ ഏർപ്പാടുമായെന്ന്. ഞാനത് അവിശ്വസിക്കുന്നില്ല. പക്ഷേ മടങ്ങി വരുന്ന പ്രവാസികളെ ക്വാറന്റീൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ എല്ലാ ജില്ലകളിലും ആ ജില്ലയിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ആരോഗ്യ പ്രവർത്തക സംഘടനാ നേതാക്കന്മാർ അവർ കൂടി പരിശോധിച്ച് ഈ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ പ്രദേശങ്ങളിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. അങ്ങനെ അവരെ കൂടി പങ്കെടുക്കൂ, അവരെ കൂടി പങ്കെടുപ്പിക്കൂ. മക്കൾ നോക്കിയാൽ പോരായ്മ അവസാനമായി പറയാനുള്ളത്, ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ തലപ്പെണ്ണായി അവസാനിപ്പിക്കണമെങ്കിൽ കേരളത്തിന്റെ കൂട്ടായ കേരളത്തിനായുള്ള സമ്മർദ്ദം കേരളം നൽകാതെ നാട്ടിലെത്തിക്കണം. അത് വന്നാൽ എല്ലാ കാര്യങ്ങളും അവർ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നു പറയണം. കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അടിയന്തരമായി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. അതുപോലെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കണം. പ്രവാസികളെ താമസിപ്പിക്കാൻ ഏർപ്പെടുത്തിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആരോഗ്യ സംഘടനാ നേതാക്കന്മാർക്കും അവസരം നൽകണം. എന്നിട്ട് അവരെ പരിശോധിക്കട്ടെ. ചില പത്രവാർത്തകൾ കാണുന്നു ഉണ്ടെന്ന്. അവർ സംശയം മാറ്റാൻ വേണ്ടി മറ്റുള്ളവർ കൂടി പരിശോധിക്കാൻ അവസരം നൽകണം. നാട്ടിലേക്ക് മടങ്ങാൻ ആദ്യം നടത്തുന്ന ഈ വളരെ അതിർക്കും മാത്രം പോരാ. തുടർ ദിവസങ്ങളിൽ കോൺഗ്രസും കേരളം ശക്തമായ സമ്മർദ്ദം നടത്താൻ മാത്രമേ നിങ്ങളുടെ സുഹൃത്തുക്കളെ കേരളത്തിലെത്തിക്കാൻ സർക്കാർ കാര്യങ്ങൾ പോലെ സമയം ഒരുപാടെടുക്കും. ഇന്ത്യയിലെ സ്ഥിതികളെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ട് പ്രവാസികൾ നാട്ടിൽ കൊണ്ടുവരാനാണ് എന്റെ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. സമ്മർദ്ദങ്ങൾ ശക്തമായി തുടരണം. കേരളം ഒന്നായിട്ട് തന്നെ ഒറ്റക്കെട്ടായി എല്ലാ ആശംസകൾ പറയുന്നു. നിങ്ങൾ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഉമ്മൻചാണ്ടി സാർ ലൈനിലുണ്ട്. ബഹുമാനനായ കെ മുരളീധരൻ MP അവർ പാർലമെന്റ് സഹപ്രവർത്തകരായ ശ്രീ സുധാകരൻ, ശ്രീ രാജമോഹൻ, അതുപോലെ MLA സണ്ണി ജോസഫ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞ
കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. തെറ്റുകാരൻ നമ്മുടെ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരുമാണ്. അതായത് ഒരുപാട് രാജ്യങ്ങളിലെ വിമാനങ്ങൾ വന്ന് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ അവരുടെ രാജ്യത്തുള്ളവരെ ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകാം. ഇത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചത്. ഗൾഫിലും വിമാനങ്ങൾ വന്ന് അവരവരുടെ രാജ്യത്തുള്ളവരെ മടക്കി കൊണ്ടുപോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് തുടക്കം മുതൽ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ഏപ്രിൽ ആദ്യ വാരം ഞാൻ വളരെ വിശദമായിട്ടൊരു കാര്യം, ഏതെല്ലാം സംസ്ഥാനങ്ങൾ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുവോ ആ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവന്ന് ആ സംസ്ഥാനങ്ങളിലേക്ക് അയക്കുക. കാരണം കേന്ദ്ര സർക്കാർ ഒരു കാര്യം ആദ്യം പറഞ്ഞിരുന്നു, കേരളം മാത്രമല്ല പ്രവാസികൾ മറ്റ് സ്റ്റേറ്റുകാരും ഉണ്ട്, അവർക്കൊക്കെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ കത്തയച്ചത്. ആ ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ കത്തയച്ചത്. അത് ഏതെല്ലാം സംസ്ഥാനങ്ങൾ സൗകര്യം ഒരുക്കുന്നു ആ സംസ്ഥാനങ്ങളിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് സംബന്ധിച്ച യാതൊരു നീക്കവും കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതിനിടയ്ക്കാണ് UAE ഗവൺമെൻറ് പറഞ്ഞത് വിദേശത്തു നിന്നുള്ള മുഴുവൻ ആളുകളെയും അതാത് രാജ്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായിട്ടുള്ള തൊഴിൽ കരാർ ഞങ്ങൾ റദ്ദാക്കുന്നു. അപ്പോഴും കേന്ദ്ര സർക്കാർ അനങ്ങി. ഇപ്പോൾ മിനിഞ്ഞാന്ന് പ്രധാനമന്ത്രി ചില മുഖ്യമന്ത്രിമാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു ചെറിയ സൂചന ഞങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ള സൂചന നൽകി. അത്രേ എത്തിയിട്ടുള്ളൂ. ഈ പ്രധാനമന്ത്രിയുടെ മിനിഞ്ഞാന്നത്തെ കോൺഫറൻസിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, അധികം മുഴുവൻ മുഖ്യമന്ത്രിമാരുമായിട്ട് അതാത് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഇന്നുള്ള കേരളം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓറഞ്ച് ആയിട്ടുള്ള പല സ്പോട്ടുകളും റെഡ് സ്പോട്ടായിട്ട് മാറുന്നു. ഇന്ന് സംസാരിച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ അടുത്ത ആഴ്ച ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കാനുള്ള ഒരു നയം അദ്ദേഹം സ്വീകരിക്കണമായിരുന്നു. അതിനു പകരം കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിമാരുമായിട്ട് മാത്രം ചർച്ച കൊടുക്കണം. തലേന്ന് അമിത്ഷാ നമ്മുടെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചായിട്ട് മുഖ്യമന്ത്രിയുടെ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അമിത്ഷാ വിളിച്ചപ്പോൾ എഴുതി കൊടുക്കാനല്ല, ഞങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി. അമിത്ഷാ തന്നെ മുഖ്യമന്ത്രി വിനീത വിധേയനായിട്ട് മാറി. ഈ കാര്യത്തിൽ നേരത്തെ ശ്രീ ഉണ്ണിത്താൻ ഇവിടെ സൂചിപ്പിച്ചു, ശ്രീ സുധാകരൻ അത് പറഞ്ഞതാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ അവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഏതുവരെയാണ്? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളുടെ നമ്പർ ഏതാണ്ട് 3 ലക്ഷം ആയിതാവും. ഞാൻ ചോദിക്കട്ടെ, ഈ 3 ലക്ഷം പേര് തിരിച്ചു വരും. അവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള ഏത് സംവിധാനം ഉണ്ടാക്കി? അതാണ് ഇപ്പം നമ്മുടെ കണ്ണൂര് ആരംഭിച്ചിട്ട് 1 കൊല്ലവും 3 മാസമായിട്ട് വരാനുള്ള വഴി. ഇവിടെ ഇപ്പം എത്ര സ്ഥലങ്ങളുണ്ട് ക്വാറന്റൈനിൽ താമസിപ്പിക്കാൻ?
മാത്രമല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ രോഗം വന്ന വീടുകളിലെ വീട്ടുകാരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുകൾ പല ഭാഗത്തും ഉണ്ടാവുകയാണ്. അപ്പോൾ 3 ലക്ഷത്തോളം പ്രവാസികൾ മടങ്ങി വരുമ്പോൾ അവർക്ക് വളരെ സുരക്ഷിതമായി താമസിക്കാനുള്ള എന്ത് സംവിധാനം ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ പോരാ. ഒന്ന് കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തണം. ഉണ്ണിത്താനും MK രാഘവൻ ഉൾപ്പെടെയുള്ള MP-മാരുടെ പെറ്റീഷനുകൾ കോടതികൾക്ക് മുമ്പിലുണ്ട്. ഹൈക്കോടതി ബോധ്യപ്പെടുത്തണം, കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തണം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളത് കേന്ദ്രം ഇപ്പോഴൊന്നും കൊണ്ടുവരില്ല. നമ്മളൊക്കെ തയ്യാറാണെന്നങ്ങ് പറയാം, കൊണ്ടുവരുമ്പോൾ അന്ന് ആലോചിക്കാം എന്നുള്ള ഒരു മനസ്ഥിതിയാണ് ഇപ്പൊ മുഖ്യമന്ത്രി. നാളെ എന്തായാലും കൊണ്ടുവരേണ്ടി വരും. കാരണം പല വിദേശ രാഷ്ട്രങ്ങളും കർശനമായി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ളവരെ കൊണ്ടുപോകണം. സത്യം പറഞ്ഞാൽ ഗൾഫിലെ ഭരണാധികാരികൾക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കർക്കശമായിട്ടുള്ള നിലപാട് ഇന്ത്യയോട് എടുക്കാം. അത് മോഡിയായിട്ടുള്ള ബന്ധം കൊണ്ടല്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള ആ സ്നേഹബന്ധം നിലനിർത്തുന്നതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾ കൊണ്ടുപോകണം എന്നൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ കൊണ്ടുവരേണ്ടി വരും. എന്തായാലും ഇന്നലെ നാളെ തിരിച്ചു വരണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കേണ്ട സംവിധാനം ഉണ്ടോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ? എല്ലാ ദിവസവും ഞങ്ങൾക്ക് അർദ്ധരാത്രി പോലും ഫോൺ വിളിച്ച് കരയാണ് നാട്ടുകാര്. മറ്റേ ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാര്. ഇവിടെ പലർക്കും ജോലി പോയി, പലർക്കും ഭക്ഷണം കിട്ടുന്നില്ല. ഇപ്പൊ ഇൻഗാസും ICCയും KMCCക്കാരൊക്കെയാണ് പല ഗൾഫ് രാജ്യങ്ങളിലും ഭക്ഷണം എത്തിക്കുന്നത്. കേരളത്തിൽ നമ്മള് ഭക്ഷണം കൊടുക്കുന്ന പോലെ, സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ് ഗൾഫ് രാജ്യങ്ങളിലും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും ജോലി പോയി. 7-8 പേര് താമസിക്കുന്ന ഒരു മുറിയിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായാൽ മറ്റുള്ളവരെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള സംവിധാനം അവിടെ വളരെ വളരെ പരിമിതമാണ് അവിടെ. അപ്പൊ അവരൊക്കെ ഭയപ്പാടാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങളെല്ലാം നല്ല കാലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരല്ലേ, നമ്മളൊക്കെ സഹായിച്ചവരല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മനാട്ടിലെങ്കിലും കടന്ന് മരിക്കാനുള്ള അവസരമെങ്കിലും നിങ്ങൾ തരുമോ എന്നവർ ചോദിക്കും. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നിഷേധാത്മകമായിട്ടുള്ള നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോ അതിനെ സഹായിക്കുന്ന നിലപാടാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ 3 ലക്ഷം പേരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രത്തിന് അറിയിക്കണം. ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനെ കുറിച്ച് കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ കിട്ടിയ കാശിന്റെ കുറെ കണക്ക് മാത്രമാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത്, ഈ കഴിഞ്ഞ 14-ാം തീയതി വിഷു വന്നില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വളരെ കഷ്ടപ്പെട്ട് വരും. ഇപ്പൊ എല്ലാ ദിവസവും വിഷുക്കൈനേറ്റം കിട്ടിയതിന്റെ കണക്കാ പറയുന്നത്. 1 ലക്ഷം കിട്ടിയതാണ്. വിഷുക്കൈനേറ്റമൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം വിഷുക്കൈനേറ്റം കിട്ടി. ഓരോരുത്തർ തരുന്ന കോടിയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. ഈ കണക്ക് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി വാദിക്കാൻ ചെലവഴിക്കുന്നതിന് പകരം ചാർട്ടർ ഫ്ലൈറ്റെങ്കിലും ഒന്ന് തുടങ്ങാൻ ആലോചിച്ചുകൂടെ മുഖ്യമന്ത്രി? അതിന് പകരം കിട്ടിയ കണക്ക് പിന്നെ ഇഷ്ടമില്ലാത്തവര് ചീത്ത പറയുക. ഖജനാവിന്റെ കാശെടുത്ത് പ്രതിപക്ഷത്തിനെ ചീത്ത പറയുന്ന മുഖ്യമന്ത്രി
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഈ 6 മണിക്ക് നിങ്ങളെ കാണുന്നത് സർക്കാരിന്റെ ഖജനാവിന്റെ സഹായം കൊണ്ടാണല്ലോ. ഞങ്ങളൊക്കെ നിങ്ങളെ കാണുന്നത് പൊതുപ്രവർത്തകർ കാണുന്ന പോലെയാണ്. പക്ഷെ മുഖ്യമന്ത്രി കാണുന്നത് വാർത്താ സമ്മേളനം സ്പോൺസേഡ് പരിപാടിയാണ്. അതിന് കാശുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ കാശുണ്ട്. പക്ഷേ ക്വാറന്റൈനിൽ താമസിപ്പിക്കാനുള്ള സംവിധാനം എല്ലാ ഏർപ്പാടും ഇരുത്തിലും നീ വന്നാൽ മതി. വന്നാലത്തെ അവസ്ഥ എന്താ? ഇപ്പോ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, എനിക്കതിൽ സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹൗസ് ക്വാറന്റൈനിൽ പോകാൻ തയ്യാറുള്ളവർക്ക് സഹായിക്കുന്നവർ, പക്ഷെ അതിന്റെ ഏർപ്പാട്. പക്ഷെ അത് കേന്ദ്ര, കാരണം ഇപ്പൊ 28 കഴിഞ്ഞ് 32 ദിവസം കഴിഞ്ഞവർക്ക് പോലും കോവിഡ് വരുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കരിയാട്, കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലെ കരിയാട്, പാനൂർ മുനിസിപ്പാലിറ്റിയിലെ കരിയാട് ഒരു രോഗിക്ക് 39-ാം ദിവസമാണ് തിരിച്ചു വന്നതിന് ശേഷം പോസിറ്റീവായി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വരുന്നവരെ ഹൗസ് ക്വാറന്റൈനിൽ വിടാൻ ചിലപ്പോൾ കേന്ദ്രം അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഈ 3 ലക്ഷം തന്നെ കണക്കാ. 3 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയുള്ള കണക്കാ. നാളെ ഒരു ഭാര്യയ്ക്ക് എവിടെ താമസിപ്പിക്കും? അത് 6 മണി വാർത്തയിൽ കേന്ദ്രത്തിനെ അറിയിക്കാൻ, കോടതികളെ അറിയിക്കാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്രം ചെയ്യേണ്ടത് പ്രവാസികൾ പന്താടരുത്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും കണ്ണൂരും കൊച്ചിയിലും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ മുമ്പിലും കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ, അതിന് പറയുന്ന UDFന്റെ ജനപ്രതിനിധികൾ എല്ലായിടത്തും ഈ പ്രവാസികളുടെ അവരുടെ കണ്ണീരിന്റെ ആ കണ്ണീരിനെയും വീണ്ടും ഉണ്ടാവാതിരിക്കാൻ, ആ കണ്ണീര് വീണ്ടും വീഴാതിരിക്കാൻ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം വെറും വാചക കസർത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ 3-ാം തീയതി ലോക്ക്ഡൌൺ അവസാനിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള സമരമായിട്ട് പോണ്ടി വരും. ഇപ്പോൾ ആരോഗ്യരക്ഷ മാത്രം മുൻനിർത്തിയത് കൊണ്ടാണ് ഈ ചുരുങ്ങിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതല്ല, ആളെ കൂട്ടി പ്രതിഷേധം വന്നാലേ നിങ്ങൾ പഠിക്കുമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 11 മണിക്ക് ഈ ജില്ലയിൽ നിന്നുള്ള MP-മാരുടെയും MLA-മാരുടെയും യോഗം കലക്ട്രേറ്റിൽ വിളിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ ജില്ല ട്രിപ്പിൾ ഹോട്ട്സ്പോട്ടായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനോടൊന്നും ഞങ്ങൾക്ക് ഒരു വിയോജിപ്പില്ല. ഈ കൊറോണയെ തുടച്ചു നീക്കാനുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പലയിടത്തും ചെക്ക് പോസ്റ്റുകൾ വെച്ച് ഒരാളെ പോലും കാവൽ നിർത്താത്തൊരവസ്ഥ. ഞാൻ തന്നെ ഇവിടെ എത്തിച്ചേരാൻ ഏതാണ്ട് 3/4 മണിക്കൂർ വൈകാൻ കാരണം ഞാൻ കരിയാട് വഴി വരാൻ നിന്നപ്പോൾ അവിടെ മുഴുവൻ പോസ്റ്റ് വെച്ചിട്ട് അടച്ചിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ പോലും ഇല്ല. അവസാനം തലശ്ശേരി വഴി തിരിച്ചു വരേണ്ടി വരും. ആ കരിയാട് തന്നെ ഒരു നല്ല ഒരു ഡയാലിസിസ് സെന്റർ ഈ അടുത്ത മന്ത്രി ഞാനൊക്കെ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരുപാട് രോഗികൾക്ക് സൗജന്യമായിട്ട് അവിടെ ഡയാലിസിസ് നടത്തുന്ന സ്ഥലമാണ്. ഒരുപാട് രോഗികൾ വടകര ഭാഗത്തൊക്കെ അങ്ങോട്ട് പോകുന്നു. ഡയാലിസിസ് രോഗികൾ വന്നാൽ പോലും ചെക്ക് പോസ്റ്റ് എടുത്ത് മാറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് അതിർത്തിയിലൊക്കെ വെച്ചിട്ടുള്ളത്. അതൊക്കെ തെറ്റ് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാവരും കൊണ്ട് ഏത്തടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പാവപ്പെട്ട രോഗികൾക്ക് കൊറോണയുടെ പേരിൽ ചികിത്സ നിഷേധിക്കുന്നത് ശരിയല്ല. ഞാൻ ഇന്നലെ കലക്ടറോട് ഫോണിൽ തന്നെ ഈ കാര്യം സംസാരിച്ചിരുന്നു.
സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഉണ്ണിത്താൻ പ്രധാനമന്ത്രി മാത്രമല്ല പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്, ജൂൺ ജൂലൈ മാസങ്ങൾ വളരെ ശ്രദ്ധിക്കണം, മൂന്നാം ഘട്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ചില ട്രോൾ തള്ളുന്ന ചില സഖാക്കൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് ചൂടും ഹ്യൂമിഡിറ്റിയുള്ള സ്ഥലങ്ങൾ കൊറോണയുടെ വ്യാപനം കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ചില സൈബർ സഖാക്കൾ കൊറോണ എന്ന വൈറസ് AKG സെന്ററിലത്തെ ജീവനക്കാരനല്ല മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പേടിക്കാം. AKG സെന്ററിലെ സ്റ്റാഫ് മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടാൽ പേടിക്കും, ചിലപ്പോൾ മൂത്രമൊഴിച്ചു എന്നും വരും. പക്ഷെ കൊറോണ ട്രംപിനെ വരെ വിറപ്പിച്ചിട്ടുള്ള രോഗാണുവാണ്, വൈറസാണ്. അത് പിണറായിയെ കണ്ടാൽ പേടിക്കില്ല. അതുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് ഈ മൂന്നാം ഘട്ട വ്യാപനം ഇവിടെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിലേക്ക് ഈ മേഖലയെ നമ്മുടെ കേരളത്തിൽ നയിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട സംഘടനകൾ അങ്ങനെയാണെങ്കിൽ അവർ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ. കാരണം ഇപ്പോൾ ഒന്നത് ഗവർണർ ഒപ്പിടണം, പക്ഷെ ഇപ്പോൾ ഗവർണറും പിണറായിയും ബായി ആയതുകൊണ്ട് അങ്ങനെ ഒപ്പിട്ടാൽ അതിനെ ഈ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച സംഘടനകൾ തന്നെ ഇതിനെ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല സമരം ചെയ്ത ന്യായമായിട്ട് സമരം ചെയ്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ന് തെരുവില്ല എന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ഒരു മന്ത്രി ഒരു പ്രധാന അധ്യാപകന്റെ അനുവാദം കൂടാതെ ഒരു യോഗം വിളിച്ചു കൂട്ടി, ക്വാറന്റൈൻ നിയമം ഈ ലോക്ക്ഡൌൺ യോഗം വിളിച്ചു കൂട്ടി, കുട്ടികളുടെ ഇന്ന് സംഭാവന വാങ്ങിച്ചിട്ട് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ തെറി പറഞ്ഞ സംസ്കാരം, അതൊരു തെരുവ് ഗുണ്ടയുടെ സംസ്കാരമാണ്. അതിനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നവരിന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയൂ. പ്രതിപക്ഷ നേതാവ് ലൈനിലുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു സമാപന പ്രസംഗമാണ് നടത്തുന്നത്. കാരണം കലക്ടറിലെ മീറ്റിംഗിൽ എം പിമാർ പോകേണ്ടതുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി അവർക്കും ശ്രീ KC വേണുഗോപാൽ എംപിയും ബെന്നി ബെഹനാൻ എംപിയും ഫോണിൽ ഇവിടെ ഇതിനുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ സതീശൻ ബാച്ചേരി, കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. മുരളീധരൻ MP, MP ശ്രീ രാഘവൻ ഉണ്ണിത്താൻ, ശ്രീ സണ്ണി ജോസഫ് MLA, കാസർഗോഡ് DCC പ്രസിഡന്റ് ശ്രീ അക്കിം കുന്നേൽ, സഹപ്രവർത്തകർ, ഇന്ന് നിങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ധർമ്മ സമൂഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി നേരുകയാണ്. പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരൻ വിദേശങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കണം. കേന്ദ്രവും കേരളവും ഈ കാര്യത്തിൽ കണക്കിൽ വിളിക്കണം. മുഖ്യമന്ത്രി എന്നും കത്ത് എഴുതുന്നു, പ്രധാനമന്ത്രി അതിനെതിരെ അവരവരുടെ പൗരന്മാരെ അതാത് രാജ്യങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഏർപ്പാട് ചെയ്യുന്നു. ഇന്ത്യ മാത്രമാണ് നമ്മുടെ പൗരന്മാരെ തിരികെ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഈ നടപടികൾ സ്വീകരിക്കുന്നില്ല? നമുക്ക് എല്ലാ ദിവസവും പ്രസ്താവനകൾ നൽകുന്ന മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, പ്രധാനമന്ത്രി
ഇതിൽ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ കേന്ദ്രം സ്വീകരിക്കണം. ആ കാര്യത്തിൽ പ്രതിപക്ഷം വളരെയേറെ ക്യാമ്പുകളിൽ 12 പേര് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പ്രതിസന്ധിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും പ്രതിസന്ധിയാണ്. ഇവരെയൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഇല്ലേ? നമ്മുടെ